അപ്പോൾ ഗൈസ്, എൻ്റെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൈക്കൊന്നുമില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. പൊടിയൊന്നല്ല, ആക്ച്വലി ഇത് ഫുള്ള് ചന്ദനത്തിൻ്റെയാണ്. കഴിഞ്ഞ ദിവസം വണ്ടി പൊതിച്ചതിൻ്റെ കാര്യങ്ങളാണത്. ഇവിടുന്ന് വണ്ടി തിരിച്ചെടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണ്. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എനിക്കറിയാം ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 449 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എന്നിരുന്നാൽ കൂടെ നമ്മൾ ഒരുപാട് ദൂരം വന്നതല്ലേ പെട്ടെന്ന്. ഐ മീൻ വളരെ ഷോർട്ട് പീരീഡിൽ തീർത്തൊരു KM ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സർവീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി അടുത്തൊരു സർവീസ് സെറ്റർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആസ് ഓഫ് നൗ എൻ്റെ കയ്യിൽ നല്ലൊരു മൈക്കില്ല. കുറച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ച് കാലത്തേക്ക്. ഓക്കെ, അതുപോലെ ക്യാമറ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐഫോണിലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ ഐഫോൺ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി എന്തായാലും കിട്ടും. ബട്ട് എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഫോണ് ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ഫോണിൻ്റെ സേഫ്റ്റി എന്നൊരു സാധനമുണ്ട്. പെട്ടെന്ന് നമ്മളൊരു ഗട്ടറിലും കാര്യങ്ങളൊക്കെ ചാടുന്ന സമയത്ത് ഫോണ് നേരെ താഴെ വീണ് തെറ്റിക്കളയും. അപ്പോൾ പിന്നെ അത് പൊട്ടി ശരിയാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ GoPro വേണ്ട പൈസയാവും. ഗായ്സ്, ഇത് നോക്കി 450 നിങ്ങൾ കാണുന്നുണ്ടല്ലോ. 450 ആയപ്പോൾ തന്നെ നമുക്ക് സർവീസിൻ്റെ വാണിംഗ് വന്നു ഗായ്സ്. അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉള്ളത് പ്രവീൺ മോട്ടോഴ്സിലാണ്. കാണിച്ചു തരാം. ഇത് എവിടെയാണ് നമ്മൾ സർവീസിന് കൊടുക്കുന്നത്? പ്രവീൺ മോട്ടോഴ്സ് സെയിൽസ് ആൻഡ് സർവീസ്. അപ്പോൾ ഇവർ ഓതറൈസ് സർവീസ് എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ കയറിയിട്ട് ആദ്യം ചോദിച്ചു നോക്കാം എന്താ നമ്മുടെ വണ്ടി നോക്കാൻ പോവാണ്. ഓക്കെ, പുള്ളിയെ ഞാൻ കോൾ ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, സർവീസ് ഇപ്പോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ബില്ലിങ് കാര്യങ്ങളും അവർ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബില്ലിങ്ങിൻ്റെ ആൾക്കാരില്ല, കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെയല്ലേ വിശ്വാസം, അതല്ലേ എല്ലാം. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഇതിനകത്ത് ഇപ്പം കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിത് കണ്ടോ, ഈ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ബാറ്ററി ഡ്രെയിൻ്റെ ഒരു കാര്യമല്ലേ. ഈ ഒരു ബാറ്ററി എപ്പോഴും ലോ ആയിട്ട് ഇങ്ങനെ ഗ്രീനിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ കാര്യം. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വേറെ വണ്ടിക്കില്ല. നമ്മുടെ സർവീസ് ബുക്ക് കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിന്ന് എടുത്തു വെക്കാം. അപ്പോൾ നമുക്കിനി ഉള്ളിൽ പോയിട്ട് വണ്ടി വിശദമായിട്ടുള്ള സർവീസിങ് കാണാം. ഓക്കെ, ദേവരാകും ആയിട്ട്. സോ ഗൈസ്, ആദ്യമായിട്ട് സർവീസ് കൊള്ളത്തിൻ്റെ പേര് സ്വന്തം വണ്ടി DEVARAG സൂപ്പർ. നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സർവീസ് നടത്തുകയാണ് ഗൈസ്. സോ ഗൈസ്, ബായ് ആണ് നമ്മുടെ സർവീസ് ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടി സർവീസ് കയറാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് വാങ്ങണം കേട്ടോ. സോ ഗൈസ്, ഈ എൻജിൻ ഓയിലാണ് ആദ്യം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ये तो ऑयल फिल्टर है ना भैया, ऑयल फिल्टर.
क्या भाई कुछ प्रॉब्लम नहीं है हाँ चैनल है അങ്ങനെ പുതിയ ഓയിൽ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ಬಟ್ ಅವರು ಇದು ಚೆಕ್ ಮಾಡಿಲ್ಲ. ನಾನು ಮ್ಯಾನೇಜರ್ ಹತ್ರ ಹೇಳಿದಲ್ಲ, ಇಲ್ಲೊಂದು ಬ್ಯಾಟ್ರಿ ಇದು ಫುಲ್ ಟೈಮ್ ಅಲ್ಲ ಬ್ಯಾಟ್ರಿ ಇದು ಫೋನ್ ಬ್ಯಾಟ್ರಿ ಹಿಂಗೆ ತೋರಿಸೋದು ಅದು. സോ ഗൈസ് വാഷിംഗ് ഞാൻ ഇവിടുന്ന് പൊടിക്കുന്നുണ്ട്. എറണാകുളം. ഓ तुम्हारे पापा और फैमिली पूरा? हाँ हाँ. वो क्या करते उधर? हाँ नानसारी. क्या काम है? हाँ 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 फ्लावर का काम എറണാകുളം. अच्छा अच्छा. ഓ ഗൈസ് നമ്മുടെ ഭായിയുടെ അച്ഛൻ എറണാകുളത്താണ് പോലും. ഓക്കെ. അപ്പോൾ പുള്ളി അവിടെ എന്തോ പൂവിടെ ഒക്കെ എന്തോ സംഭവം മനസ്സിലായിട്ടില്ല. എന്തോ പൂ കച്ചവടം നല്ല രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ഭായി നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. ഇവിടെ ലൂബ് ചെയ്യാനാണ് പുള്ളി പോകുന്നത്. ലൂബ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പുള്ളി ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ലൂബ്. വണ്ടി ഇപ്പം ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ तो क्लीनिंग है ओके क्लीनिंग के लिए ओके. गाइस നമുക്ക് ടീ കൊണ്ടു തന്നിട്ടുണ്ട്. ഓക്കെ, സർവീസ് ഇൻക്ലൂഡ് ആണ് ഇത്. പോളിഷ് ആണെന്നാണ് പറയുന്നത്. എന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ സർവീസ് ഇൻക്ലൂഡ് ആണെന്ന് പുള്ളി പറയുന്നു. ഇത് ബില്ല് ചെയ്യുന്ന സമയത്ത് മാറുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ പോളിഷ്. സോ ഗൈസ് ഇതുപോലെ ഷൈനിങ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രൈ കറണിക്കില്ലേ? ആ ഓക്കെ 2 മിനിറ്റ്. ആ ഫുൾ ഷൈനിങ്. വയ്യ പറയുന്നത് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷൈനിങ് ആവുമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വയ്യ പറയുന്നത് എന്നോട് ഹിന്ദിയിലും കൂടെ കുറച്ച് സംസാരിക്കാനാണ്. ഞാൻ ഹിന്ദി സംസാരിച്ച് കഴിഞ്ഞാൽ എന്തറിയുന്ന ആൾക്കാർ എന്നെ എറിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വയ്യ തോടാ ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമന്വയമായെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ കന്നഡ മറ്റേ പുള്ളി ഇവിടെ സർവീസിൻ്റെ സംസാരിച്ച പുള്ളി കന്നഡക്കാരനാണ്. അപ്പം ഞാനിനി കന്നഡയിൽ പറയണം, ഹിന്ദിയിൽ പറയണം, മലയാളത്തിൽ പറയണം. ഇപ്പോൾ എന്താ ചെയ്യുക? ക്യാപ്ഷൻ ഓണാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ. എല്ലാം പിന്നെ മിക്സായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. നമുക്ക് ഹിന്ദി, മലയാളം, കന്നഡ മിക്സ് ചെയ്യാം. ഹിന്ദി എനിക്കറിയില്ല എത്രമാത്രം ഞാൻ പറയുന്നുള്ളത്. എന്തായാലും നമുക്ക് ബാംഗ്ലൂർ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാക്സിമം കന്നഡ സംസാരിക്കാൻ ശ്രമിക്കാനില്ല. എനിക്ക് കന്നഡ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ സംസാരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കർണാടകയിൽ അങ്ങനെ ഒരു ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ. നമ്മളെന്തായാലും ഇവിടെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാം. എന്തായാലും ബൈക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എന്തായാലും ഇവിടുത്തെ ആൾക്കാരായിട്ടാണ് കൂടുതലും ഉണ്ടാകുന്നത് സംസാരമൊക്കെ. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ടോക്ക് ഇൻ കന്നഡ. കന്നഡದಲ್ಲೇ ಮಾತಾಡ್ತೀನಿ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഷൈനിങ് കോട്ടിങ് അടിച്ച സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി അടിപൊളി ഷൈനിങ് ആണ്. അപ്പോൾ ഭയ്യ അതൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് അടിച്ച് കോട്ടിങ് ചെയ്തതിന് ശേഷം മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. സോ ഗായ്സ്, ഞങ്ങളെ ഫസ്റ്റ് സർവീസ് സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് സർവീസിൽ മെയിനായിട്ട് ചേഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തു. അതേപോലെ എൻജിൻ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു. പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളും ചെയിനൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, പുതിയ ലൂബ് ചെയ്തു, ചെയിൻ ക്ലീൻ ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഓവറോൾ കംപ്ലീറ്റ് വാഷ് ചെയ്ത് അതിന് ശേഷം നമ്മൾ പോളിഷ് ചെയ്തു. ഓക്കെ, അതൊക്കെയാണ് ഫസ്റ്റ് സർവീസിൽ മെയിനായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഗൈസ് സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മോശമൊന്നും പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക വെൽക്കമിങ് ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ
നമുക്ക് ഫുൾ ടൈം, അതായത് വണ്ടി കയറ്റി അവിടുന്ന് ഇറക്കണത് വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് നമുക്ക് കംപ്ലീറ്റ്ലി ഇതിനാക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പെർമിഷൻ കാര്യങ്ങളൊക്കെ പുള്ളി അവിടുത്തെ മാനേജർ നമുക്ക് തരുന്നതായിരിക്കും. കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ അതിനുള്ള സാഹചര്യം നമുക്ക് ചെയ്തു തരുന്നതാണ്. വേറെ കുഴപ്പങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഇപ്പം പ്രവീൺ മോട്ടോഴ്സ്, ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങോട്ട് വരണം എന്നുള്ളവർക്ക് തീർച്ചയായും വരാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവരോട് ചോദിച്ചാൽ മതി. അവർ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2650 റുപ്പീസാണ്, 52 റുപ്പീസ്. അതായത് 2600 ഉള്ളും. അപ്പോൾ സ്വൈപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു 52 റുപ്പീസ് 2% എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സർവീസ് അങ്ങനെ വളരെ സക്സസ്ഫുള്ളി കഴിഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, 500 കിലോമീറ്ററിന് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മേ ബി എനിക്ക് 450 ആയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് സർവീസിൻ്റെ ആ ഒരു വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു റിമൈൻഡർ വന്നു. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കിനി അടുത്തൊരു കിടിലം വ്ളോഗായിട്ട് കാണാം. ഞാൻ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.